Good morning all. Welcome back to my channel Sija's Economic Classes. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിവിധ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ്. 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റംസ്. 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാമത്തേത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തേത് എന്താണ്? സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, ഒരു കേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്തേത് എന്താണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇനി ആദ്യം ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയെ കുറിച്ചിട്ട് പരിചയപ്പെടാം. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, എല്ലാ ഉൽപാദന വിഭവങ്ങളും കൈവശമാക്കിയിരിക്കുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് അവിടെ കൂടുതൽ പ്രാധാന്യമുണ്ട്, ഗവൺമെന്റ് വലിയ പ്രാധാന്യമില്ല. അപ്പൊ വ്യക്തികളുടെ ക്ഷേമത്തിനനുസരിച്ചാണ് സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് എല്ലാ വിഭവങ്ങളും ആരുടെ കൈവശമാണ്? വ്യക്തികളുടെ കൈവശമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, അതായത് ഇൻഡിവിജ്വൽസിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ഇത് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമത്തിനേക്കാൾ കൂടുതലായിട്ട് ലാഭത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ മിക്കവാറും എന്താണ്? ഒരു ഡെവലപ്ഡ് ഇക്കോണമിക് സിസ്റ്റം ആവുന്നതിന് അല്ലെങ്കിൽ ഒരു ഇക്കോണമി ആവുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പൊ അമേരിക്ക, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് ഇക്കോണമീസ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് പറയാം, ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയില് എല്ലാ വിഭവങ്ങളും കൈവശമാക്കിയിരിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺഡ് ബൈ ദി ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് കൈവശമുള്ള വിഭവങ്ങള് ഗവൺമെന്റ് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നീതി ഉറപ്പുവരുത്തുന്നു, സ്ഥിരത ഉറപ്പുവരുത്തുന്നു, അങ്ങനെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വെൽഫെയർ മോട്ടീവാണ് ആരുടെ ലക്ഷ്യം? ഗവൺമെന്റിന്റെ ലക്ഷ്യം. അപ്പോൾ ലാഭത്തിനേക്കാൾ കൂടുതലായിട്ട് ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ഇക്കോണമിയില് അത്രമാത്രം എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്നില്ല. എങ്കിലും 20ാം നൂറ്റാണ്ടില് നമുക്ക് കാണാൻ സാധിക്കും ചൈനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമി ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ സവിശേഷതകൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് കയ്യിലാണ് എല്ലാ ഉൽപാദന ഘടകങ്ങളും കൈവശമാക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഗവൺമെന്റിന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ വ്യക്തികളെക്കാൾ പ്രാധാന്യം ആർക്കാണ്? ഗവൺമെന്റിനാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? അവര് ലാഭത്തിനേക്കാൾ കൂടുതലായിട്ട് ക്ഷേമത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇവിടെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുന്നത് ആരാണെന്ന് പറയാം? ഗവൺമെന്റ് അല്ലെങ്കിൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ഇക്കണോമിക് സിസ്റ്റം ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? മിക്സഡ് ഇക്കോണമിയാണ്. എന്താണ് മിക്സഡ് ഇക്കോണമി? മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ കാണുന്നത് ഗവൺമെന്റിന്റെയും അതുപോലെ വ്യക്തികളുടെയും ഒരു കോ എക്സിസ്റ്റൻസ്, പരസ്പര ആശ്രയത്വം അല്ലെങ്കിൽ സഹവർത്തിത്വമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു പബ്ലിക് സെക്ടറിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസത്തിന്റെയും അതുപോലെ സോഷ്യലിസത്തിന്റെയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കിയ ഒന്നാണ് ഒരു മിക്സഡ് ഇക്കോണമി എന്ന് പറയാം. ഇവിടെ പ്ലാനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പുവരുത്തുന്നുണ്ട്, ലാഭവും ലക്ഷ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് എല്ലാ ഉൽപാദന വിഭവങ്ങളും ഗവൺമെന്റ് കൈവശവും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ കൈവശവുമാണ്. പിന്നെ 2 ലക്ഷ്യങ്ങളാണുള്ളത്. പ്രോഫിറ്റ് മോട്ടീവാണ്, അതുപോലെ തന്നെ വെൽഫെയർ മോട്ടീവുമാണ്. അതായത് ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഗവൺമെന്റിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിക്സഡ് ഇക്കോണമി കൊണ്ടുവന്നിട്ട് വിജയിച്ച രാജ്യമായിട്ട് നമുക്ക് ഇന്ത്യയെ എടുക്കാം. ഇവിടെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് വ്യക്തികളും അതുപോലെ തന്നെ ഗവൺമെന്റും ചേർന്നാണ്. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് മെക്കാനിസം, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് അതോറിറ്റി ചേർന്നിട്ടാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.